നഗരത്തിന്റെ മേയർക്ക് ഒരു വിദേശ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഈ ഒരു ചോദ്യം ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റി മേയർ സോറാൻ മംദാനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള നിയമസാധ്യത പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അറസ്റ്റ് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ നിയമം എന്താണ് പറയുന്നത്? ICC അറസ്റ്റ് വാറന്റിന് അമേരിക്കയിൽ എന്ത് വിലയുണ്ട്? ഒരു മേയർക്ക് ഇത്രയും അധികാരമുണ്ടോ? പരിശോധിക്കാം. ന്യൂയോർക്ക് സിറ്റി മേയറായ സോറാൻ മംദാനി കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ്, അദ്ദേഹം നെതർലാൻഡ്സിലെ ഹേഗിലുള്ള ICC കോടതിയിലാണ് ഉണ്ടാകേണ്ടത് എന്ന് പരസ്യമായിട്ട് പ്രസ്താവിച്ചു. ഗാസ യുദ്ധത്തിന്റെ പേരിൽ നെതന്യാഹുവിനെതിരെ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട്. മംദാനി പറയുന്നത് ഇങ്ങനെയാണ്: ലീഗൽ ഒപ്പീനിയൻ തേടുന്നു. അതായത് നെതന്യാഹു ന്യൂയോർക്കിലെത്തുമ്പോൾ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ നിയമപരമായ അധികാരമുണ്ടോ എന്ന് സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിക്കുകയാണ്. ഇനി ന്യൂയോർക്ക് സിറ്റിയിലെ നിയമങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, പുതിയ നിയമങ്ങൾ ഉണ്ടാകില്ല എന്ന് മംദാനി വ്യക്തമാക്കുന്നുണ്ട്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽക്കേ ഇസ്രായേലിന്റെ ഗാസയിലെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി സംസാരിച്ച നേതാവാണ് സോറാൻ മംദാനി. എന്നാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഏതായാലും മംദാനിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഇതിന് മറുപടി നൽകി കഴിഞ്ഞു. ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലുള്ളപ്പോൾ യാതൊരു കാരണവശാലും ഒരു തരത്തിലും അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഇതാണ് ട്രംപ് പറഞ്ഞത്. ഇതിന് കാരണമായിട്ട് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, ഇറാനെതിരെയുള്ള പോരാട്ടം. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്കയുടെ പ്രധാന പങ്കാളിയാണ് ഇസ്രായേൽ എന്നും നെതന്യാഹു എന്നും ട്രംപ് വാദിക്കുന്നു. രണ്ട്, ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് നെതന്യാഹു അല്ല, മറിച്ച് ഇറാനെ നാശത്തിലേക്ക് നയിച്ച നേതാക്കളെയാണ് എന്നാണ് ട്രംപ് തിരിച്ചടിക്കുന്നത്. ട്രംപിന്റെ സഖ്യകക്ഷികളും റിപ്പബ്ലിക്കൻ നേതാക്കളും ഈ നീക്കത്തെ വെറും പൊളിറ്റിക്കൽ തിയേറ്റർ എന്നാണ് വിശേഷിപ്പിച്ചത്. കൂടാതെ അമേരിക്ക ICCയുടെ അംഗമല്ല എന്ന കാര്യവും അവർ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിന്റെ യഥാർത്ഥ ലീഗൽ ഫാക്ട്സ് ഒന്ന് പരിശോധിക്കാം. ഒരു സിറ്റി മേയർക്ക് വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? വിദഗ്ധർ പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. അതിന് പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ UN കൺവെൻഷൻ പ്രകാരം വരാനിരിക്കുന്ന വിദേശ രാജ്യ തലവന്മാർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി അഥവാ നയതന്ത്ര പരിരക്ഷ ലഭിക്കും. ഒരു ലോക്കൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് ലംഘിക്കാൻ കഴിയില്ല. രണ്ട്, US ഫെഡറൽ നിയമം. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് വിദേശ നയം, ഫോറിൻ പോളിസി നിയന്ത്രിക്കുന്നത് വാഷിംഗ്ടണിലെ ഫെഡറൽ ഗവൺമെന്റ് ആണ്, അല്ലാതെ ഒരു സിറ്റി മേയർ അല്ല. ഫെഡറൽ നിയമങ്ങളെ മറികടക്കാൻ മേയർക്കോ സിറ്റി പോലീസിനോ അധികാരമില്ല. മൂന്ന്, US ICCയിൽ അംഗമല്ല. അമേരിക്ക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ഒരു അംഗരാജ്യമല്ല. അതുകൊണ്ട് തന്നെ ICCയുടെ വാറന്റുകൾ അമേരിക്കൻ മണ്ണിൽ നടപ്പിലാക്കാൻ US സർക്കാരിന് നിയമപരമായിട്ട് ബാധ്യതയില്ല. അതായത് മേയർ മംദാനി എന്തൊക്കെ ശ്രമിച്ചാലും US ഫെഡറൽ ഗവൺമെന്റിന്റെയും സീക്രട്ട് സർവീസിന്റെയും സുരക്ഷയിലുള്ള നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസിന് കഴിയില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മംദാനിയുടെ വാദങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ICCയുടേത് രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളാണ് എന്നും മംദാനി സ്വന്തം സിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഈ തർക്കം സെപ്റ്റംബറിലെ UN പൊതുസഭയ്ക്ക് മുൻപായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ വിഭജനം ഉണ്ടാക്കുകയാണ്. ഒരു വശത്ത് ഇടതനുഭാവമുള്ള പുരോഗമന നേതാക്കളും മറുവശത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഫെഡറൽ ഭരണകൂടവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി ഇത് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയം എന്തൊക്കെയായാലും നിയമപരമായും പ്രായോഗികമായും ബെന്യാമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക എന്നത് നടപ്പുള്ള കാര്യമല്ല. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഗാസ യുദ്ധവും അതിനെതിരെയുള്ള പൊതുവികാരവും എത്രത്തോളം ശക്തമാണ് എന്ന് ലോകത്തിന് മുന്നിൽ വീണ്ടും കാണിച്ചു കൊടുക്കുന്ന സോറാൻ മംദാനിയുടെ ഈ നീക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മേയറുടെ പ്രസ്താവനയിൽ തുടങ്ങിയ ഈ വിവാദം ഇപ്പോൾ അന്താരാഷ്ട്ര നിയമവും അമേരിക്കൻ ഫെഡറൽ അധികാരവും തമ്മിലുള്ള വലിയൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ICCയുടെ അറസ്റ്റ് വാറന്റ്, അമേരിക്കയുടെ നിയമ നിലപാട്, വിദേശ നേതാക്കൾക്കുള്ള നയതന്ത്ര പരിരക്ഷ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഒരു കേസ്. അതിനാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നെതന്യാഹുവിന്റെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ പ്രസ്താവനയേക്കാൾ ഏറെ സങ്കീർണമായ നിയമപ്രശ്നമാണ്. സെപ്റ്റംബറിൽ UN സമ്മേളനത്തിന് അദ്ദേഹം ന്യൂയോർക്കിൽ എത്തുമ്പോൾ ഈ വിവാദം വീണ്ടും ആഗോള ശ്രദ്ധ നേടുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.